ഇനി അടുത്തത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇൻ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചത് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസ് ആയിരുന്നു. അപ്പോൾ അടുത്തത് എന്താണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇൻ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. QD എന്ന് പറഞ്ഞാൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഷോർട്ട് ഫോം ആണ്. ഓക്കെ, നമുക്ക് ഷോർട്ടാക്കിയിട്ട് അങ്ങനെ എഴുതാം. ഇതിൽ Q1 എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് n+1/4 ഐറ്റം, Q3 എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് 3 × n+1/4 ഐറ്റം, n എന്ന് പറഞ്ഞാൽ എന്താ സിഗ്മ എഫ് അല്ലെങ്കിൽ സമ്മേഷൻ എഫ്. എന്താ മീൻ ചെയ്യുന്നത്? n is equal to സിഗ്മ എഫ്. എന്താ സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ എല്ലാ എഫിനെയും സം ചെയ്ത് നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഇക്വേഷനൊക്കെ സെയിം തന്നെ കേട്ടോ. ഇക്വേഷൻ സെയിം ആണ്. ഈ Q1 ഉം Q3 കണ്ടുപിടിക്കുന്ന മെത്തേഡ് മാത്രമേ വ്യത്യാസം ഓരോന്നിലും. ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ മുന്നേ പഠിച്ച പോലെ തന്നെ Q3 - Q1/2. കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ Q3 - Q1/Q3 + Q1. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത്ര എഴുതാം കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. എന്നിട്ട് ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ എഴുതാം. ഇനി ആൻസർ ചെയ്യാം കേട്ടോ. ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എക്സും എഫും ഇതേപോലെ കോളാക്കിയിട്ട് എഴുതി ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നും കൂടെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക? ഈ ആദ്യം 3 അതേപോലെ എഴുതുക. പിന്നെ 3ഉം 10ഉം കൂടെ ആഡ് ചെയ്താൽ 13 കിട്ടും അല്ലേ. പിന്നെ 3ഉം 10ഉം 15ഉം കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? 28 കിട്ടും. പിന്നെ 3ഉം 10ഉം 15ഉം 20ഉം കൂടെ ആഡ് ചെയ്ത് 48 കിട്ടും. പിന്നെ അടുത്തത് 3ഉം 10ഉം 15ഉം 20ഉം 8ഉം കൂടെ ആഡ് ചെയ്ത് 56 കിട്ടും. പിന്നെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 63 കിട്ടും. ഇതെല്ലാം കംപ്ലീറ്റ് ആഡ് ചെയ്ത് 69 കിട്ടും. മനസ്സിലായോ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് നമ്മൾ പഠിച്ചതല്ലേ. ഇത് നേരെ എഴുതുക. പിന്നെ ഇതും കൂട്ടിയിട്ട് ഇവിടെ എഴുതുക. ഇത് 3ഉം കൂട്ടിയിട്ട് ഇവിടെ എഴുതുക. ഈ 4ഉം കൂട്ടിയിട്ട് ഇവിടെ എഴുതുക. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇത് കംപ്ലീറ്റ് കൂട്ടിയിട്ട് നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാൻ. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ എഫും കൂടെ ആഡ് ചെയ്ത് എല്ലാം കൂടെ ആഡ് ചെയ്ത് എന്താ കിട്ടുക? 69 ആണല്ലേ. ഇത് കംപ്ലീറ്റ് ആഡ് ചെയ്തപ്പോൾ 69 കിട്ടിയത്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 69. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? Q1ഉം Q3ഉം കണ്ടുപിടിക്കണം. Q1 ഇനി നമ്മൾ Q1 കണ്ടുപിടിക്കുക. Q1 എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ? സൈസ് ഓഫ് n+1/4 ഐറ്റം അല്ലേ. സൈസ് ഓഫ് n എന്ന് പറഞ്ഞാൽ എന്താ 69. അപ്പോൾ 69 + 1/4 ഐറ്റം. സൈസ് ഓഫ് നിങ്ങൾ കംപ്ലീറ്റ് എഴുതണം കേട്ടോ. സൈസ് ഓഫ് വെറും ഇത് മാത്രം എഴുതി പോകരുത്, ആൻസർ തെറ്റും. സൈസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതണം. സൈസ് ഓഫ് 69 + 1 70/4 ഐറ്റം. 70/4 എത്രയാ? 17.5. സൈസ് ഓഫ് 17.5 ഐറ്റം. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കട്ടോ. നമ്മൾ ഡിസ്ക്രീറ്റ് കേസിൽ ഇതേപോലെ പോയിന്റ് വന്നാൽ നിങ്ങൾ പ്രശ്നം നോക്കണ്ട. ഇൻഡിവിജ്വൽ സീരീസിൽ മാത്രമേ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച പോലെ ചെയ്യേണ്ടുള്ളൂ. ഇവിടെ പോയിന്റ് ഒന്നും കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ മീഡിയം കണ്ടുപിടിച്ചപ്പോൾ നിങ്ങൾ ചെയ്ത് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. സൈസ് ഓഫ് 17.5 നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 17.5 ഉണ്ടോ? ഇല്ല, 17.5 ഇല്ല. പക്ഷെ അതിൽ കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാ? അതിനേക്കാളും വലിയ തൊട്ടടുത്ത നമ്പർ ഏതാ? ഏറ്റവും വലുതല്ല. 17.5 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാണ് വരുന്നത്? 28 ആണ് വരുന്നത് അല്ലേ. 28 ആണ്. ഓക്കെ, 28 നേരെ ഇവിടെയുള്ള നമ്പർ ഏതാ? എക്സ് ആണ് എടുക്കേണ്ടത്. നേരെ ഈ നമ്പർ ഏതാ? 10. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുക? സൈസ് ഓഫ് 17.5 ഐറ്റം എന്ന് പറഞ്ഞാൽ 10. Q1 = എന്ത് കിട്ടി? 10 കിട്ടി. വീഡിയോ പോസ് ചെയ്യാം, ഇത്ര എഴുതാം. ഓക്കെ, Q3 എന്താ വരിക? അപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ സൈസ് ഓഫ് 3 × n+1/4 ഐറ്റം. 3 × n+1/4 ഐറ്റം. അതായത് സൈസ് ഓഫ് n+1 എന്താണ്? n എന്താണ്? 69. 69 + 1 70. 3 × 70/4. സൈസ് ഓഫ് 3 × 70/4 ഐറ്റം. ഓക്കെ, അപ്പോൾ 3 × 70/4 ചെയ്താൽ നമുക്ക് 52.5 കിട്ടും. അപ്പോൾ സൈസ് ഓഫ് 52.5 ഐറ്റം. നോക്ക്, ഇനി ശ്രദ്ധിക്കട്ടെ. 52.5 ഐറ്റമാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരെ എന്ത് ചെയ്തു? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 52.5 ഉണ്ടോ? ഇല്ല അല്ലേ. 52.5 ഇല്ല. പക്ഷെ അത് കഴിഞ്ഞുള്ള നമ്പർ ഏതാണ്? 52 കഴിഞ്ഞുള്ള നമ്പർ ഏതാ? 56 ആണ്. അപ്പോൾ ഈ 56 ഇങ്ങനെ നോക്കുക. ഇവിടെയുള്ള ഈ നമ്പർ ഇതായിട്ട് എടുക്കേണ്ടത് 56 ആണ് അല്ലേ. 56 ഇങ്ങനെ പോട്ടത്. ഓക്കെ, എത്രയാണ്? 19. അപ്പോൾ എത്ര കിട്ടുക? 19 കിട്ടി. ഓക്കെ, ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ നമ്മൾ എന്താ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത്? ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇക്വേഷൻ ഒന്നും മാറ്റല്ല എന്ന് ഞാൻ പറഞ്ഞു. Q3 - Q1/2 അല്ലേ. Q3 - Q1/2. Q3 എത്രയാണ്? 19 - Q1 എത്രയാണ്? 10/2. എത്ര കിട്ടുക?
4.5 കിട്ടും. അതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്യാം, ഇത് ചെയ്യാം. ഇനി കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? എങ്ങനെ ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കുക? Q3 മൈനസ് Q1/Q3 പ്ലസ് Q1. Q3 എന്താണ്? 19 മൈനസ് Q1 10 ഡിവൈഡഡ് ബൈ 19 പ്ലസ് 10. 19 മൈനസ് 10 ഡിവൈഡ് ബൈ 19 പ്ലസ്. ഇത് ചെയ്ത് നോക്കാം കേട്ടോ, കോഎഫിഷ്യന്റ്. ഓക്കെ, അത് ചെയ്തിട്ടുണ്ടാവും. ഇനി ഒരു വർക്ക് തരാം കേട്ടോ, നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഫൈൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് സെമി ഇന്റർക്വാർട്ടൈൽ റേഞ്ച്. ഒന്നുമില്ല, നിങ്ങൾ ഫൈൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടാൽ മതി കേട്ടോ. കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, ക്വാർട്ടൈൽ റേഞ്ച് ഒന്നുമില്ല. ഫൈൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഓക്കെ, ഏജ്, നമ്പർ ഓഫ് പീപ്പിൾ അല്ലേ. ഈ ഏജ് എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്? എക്സ് എന്ന് പറയുന്നത്. നമ്പർ എന്ന് പറയുന്നതാണ് എന്ത്? ഫ്രീക്വൻസി. നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്പർ ഓഫ് എന്ന് പറയുന്നതാണ് എന്ത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് എക്സ് ആണ്, ഇത് എഫ് ആണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ക്വാർട്ടൈൽ ഡീവിയേഷനും അതിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടുപിടിക്കുക കേട്ടോ. ഇത് നിങ്ങൾ ഇപ്പം തന്നെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് മാത്രം അടുത്ത ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് കാണുക. ഓക്കെ ഓക്കെ ഇനി അടുത്തത് ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നമ്മൾ Q1ഉം Q3യും ആദ്യം ഏത് ക്വാർട്ടൈൽ ക്ലാസ്സിലാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ക്വാർട്ടൈൽസ് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവട്ടെ, പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, Q1 എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് n/4th ഐറ്റം ആൻഡ് Q3 എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് 3n ആണ് കേട്ടോ. 3n/4 ആട്ടോ, 3n/4 ആണത്. ഓക്കെ, 3n/4 ആട്ടോ ഇത്, സൈസ് ഓഫ് 3n/4th ഐറ്റം. ഓക്കെ, ഇനി നോക്ക്, ദീസ് ടു ഫോർമുല ഗിവ് ദ ക്ലാസ്സസ് ഇൻ വിച്ച് ദ ക്വാർട്ടൈൽ ലൈ. അതായത് ഈ ഫോർമുല കണ്ടുപിടിച്ചാൽ നമുക്ക്, ഈ ഫോർമുല ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഏത് ക്ലാസ്സിലാണ് ക്വാർട്ടൈൽസ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മീഡിയൻ പഠിച്ചത് ഓർമ്മ ഉണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ അതേപോലെ ക്വാർട്ടൈൽ ക്ലാസ്. ദ ടു സ്പെസിഫൈഡ് വാല്യൂസ് ഓഫ് ദ ക്വാർട്ടൈൽസ് ആർ ഒബ്റ്റെയിൻഡ് ബൈ ദ ഇന്റർപോളേഷൻ ഫോർമുല. അതായത് ഒന്നുമില്ല, ഇന്റർപോളേഷൻ നിങ്ങൾ പഠിക്കുന്ന വേണ്ടി ഈ ഫോർമുലയ്ക്ക് പറയുന്ന പേരാണ്. ഇത് രണ്ടുമാണ് കേട്ടോ ഇക്വേഷൻ. എന്താണ്? Q1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. Q1 is equal to L1 plus n/4 minus CF/F into C. ഇതെയോ Q3 എന്ന് പറഞ്ഞാലോ L1 plus 3n minus CF/F into C. നമ്മൾ ഈ ഇക്വേഷൻ പോലത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എവിടെയെന്ന് ഓർക്ക്? മീഡിയനിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഓരോന്ന് എന്താണ്? വേർ L1 ഈസ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്. F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ്, ഫ്രീക്വൻസി ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്. പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദ, ഇവിടെ ക്വാർട്ടൈൽ ക്ലാസ് എന്നാക്കണം കേട്ടോ നിങ്ങൾ എഴുതുമ്പോൾ, ഫ്രീക്വൻസി ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്. സി എഫ് എന്ന് പറഞ്ഞാൽ CF ഈസ് ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ജസ്റ്റ് എബവ് ദ ക്വാർട്ടൈൽ ക്ലാസ്. ഓക്കെ, CF എന്ന് പറഞ്ഞാൽ എന്താ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ജസ്റ്റ് എബവ് ദ ക്വാർട്ടൈൽ ക്ലാസ്. സി എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇന്റർവൽ ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് 3 എഴുതാം. 3 എഴുതാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: ഒബ്റ്റെയിൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഇതാണ് ഏജ്, ഫ്രീക്വൻസി. ഓക്കെ, ഏജ്, ഫ്രീക്വൻസി എന്താണ് തന്നിട്ടുണ്ട്. അതായത് എന്താണ്? 0 മുതൽ 10 വരെയുള്ള എത്ര ആൾക്കാരുണ്ട്? 15 ആൾക്കാർ അങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതുക. ഓക്കെ, ഇനി നമ്മൾ ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യത്തിന് ഏജും ഫ്രീക്വൻസി ഇങ്ങനെ എഴുതിയിട്ട് CF കണ്ടുപിടിക്കുക. CF പറഞ്ഞാൽ എന്താ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. എങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം? ഫസ്റ്റ് ഫ്രീക്വൻസി അതേപോലെ എഴുതുക. പിന്നെ 15ഉം 30 ആഡ് ചെയ്തിട്ട് 45, 15ഉം 30ഉം 53 കൂടെ ആഡ് ചെയ്തിട്ട് 98. അങ്ങനല്ലേ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് നമുക്ക് അറിയുന്ന കാര്യം. അതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ പറയുന്നില്ല കേട്ടോ. ഇനി നമുക്ക് Q1ഉം Q3 കണ്ടുപിടിക്കണം അല്ലേ? ക്വാർട്ടൈൽ ക്ലാസ് കണ്ടുപിടിക്കണം ആദ്യം. ഓക്കെ,
അപ്പോൾ ഇനി എന്ത് ചെയ്യണം? Q1 കണ്ടുപിടിക്കണം അല്ലേ? Q1 is equal to size of n/4th item. Size of capital N പറഞ്ഞാൽ എന്താ? 623 by 4th item. Size of 155.75th item. അതാ കിട്ടിയത്. നമ്മൾ CFൽ നോക്കുക. ഇവിടെ 155.75 ഉണ്ട്, ഇവിടെ ഇല്ല. അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാ? 155 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാ? തൊട്ടടുത്ത വലിയ നമ്പർ ഏതാണ്? 173. അപ്പോൾ 173. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? Q1. മനസ്സിലായോ? ഇതാണ് Q1. അപ്പോൾ 30 to 40 നമുക്കൊരു കറക്റ്റ് നമ്പർ വേണം അല്ലേ? അപ്പോൾ Q1 എന്താ കിട്ടുന്നത്? 30 to 40. ഇതാണ് എന്ത്? ക്വാർട്ടൈൽ ക്ലാസ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? ക്വാർട്ടൈൽ ക്ലാസ്. ഓക്കെ, ഇതാണ് ക്വാർട്ടൈൽ ക്ലാസ്. ഇനി എന്തൊക്കെ കണ്ടുപിടിക്കണം? ഓക്കെ, ഇതാണ് ക്വാർട്ടൈൽ ക്ലാസ്. ഇനി നമ്മൾ എന്താ ഇക്വേഷൻ എഴുതിയത്? ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് വേണം Q1 കണ്ടുപിടിക്കാൻ അല്ലേ? Q1 is equal to നമ്മൾ എന്ത് ഇക്വേഷൻ എഴുതിയത്? L1 plus n/4 minus CF by F into C. ഓക്കെ, L1 plus n/4 minus F by F into C. ഇതാണ് ഇക്വേഷൻ എഴുതിയത് അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, കുഴപ്പമുണ്ടാക്കാൻ പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, ഇനി ഓരോന്ന് എന്താ നമുക്ക് നോക്കാം. L1 ഒക്കെ എന്താ നോക്കാം. L1 നമ്മൾ എന്താ ഇക്വേഷൻ ചെയ്ത്? ലോവർ ലിമിറ്റ് ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്. എന്താ ക്വാർട്ടൈൽ ക്ലാസ് കിട്ടിയത്? 30, 40. ഇത് ലോവർ ലിമിറ്റ് ഏതാ? ഏറ്റവും തുടങ്ങുന്നത് ഏതാ? നോക്കിയാൽ മതി. ലോവർ ലിമിറ്റ് പറഞ്ഞാൽ തുടങ്ങുന്നത് ഏതാ? 30. L1 is equal to 30 കിട്ടും. ഓക്കെ, ഇനി n/4 നമുക്കറിയാം. n/4 ഇതാ ഇവിടെ ഉണ്ട്. 155.75 ഉണ്ട്. അപ്പോൾ ഈ പ്രത്യേകം കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. 155.75 കിട്ടിയിട്ടുണ്ട്. ഇനി CF പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? CF നമ്മൾ എന്താ ഇക്വേഷൻ ചെയ്ത് നോക്ക്. CF ഈസ് ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ജസ്റ്റ് അബൌവ് ദ ക്വാർട്ടൈൽ ക്ലാസ്. ക്വാർട്ടൈൽ ക്ലാസിന്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാ? ക്വാർട്ടൈൽ ക്ലാസ്. ഇതാണ് ക്വാർട്ടൈൽ ക്ലാസിന്റെ ഭാഗം അല്ലേ? അതിന്റെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാ? 98. നമ്മൾ മീഡിയനിൽ ചെയ്ത സെയിം മെത്തേഡാണ്. ഓക്കെ, ഇതാണ് ക്വാർട്ടൈൽ ക്ലാസിന്റെ ഭാഗം വരുന്നത്. തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ്? 98. അപ്പോൾ CF is equal to 98. ഇനി F എന്ന് പറഞ്ഞാൽ എന്താ? F നമ്മൾ എന്താ എഴുതിയത്? ഫ്രീക്വൻസി ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്. F is equal to ഫ്രീക്വൻസി ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്. ഈ ക്ലാസിന്റെ ഫ്രീക്വൻസി എത്രയാ? 75. F is equal to 75 കിട്ടി. ഓക്കെ, ഇനി C കണ്ടുപിടിക്കണം അല്ലേ? C is equal to എന്താണ്? ക്ലാസ് ഇന്റർവെൽ ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്. ഇതിന്റെ ഇന്റർവെൽ എത്രയാ? 30, 40 തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 10. ഓക്കെ, നമ്മൾ ഇതിൽ കൊടുക്കാം. വെച്ച് C equal to L1 എത്രയാ? 30 പ്ലസ് n/4 മൈനസ് n/4 എത്ര കിട്ടിയത്? 155.75. അങ്ങനെ കംപ്ലീറ്റ് എഴുതാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എല്ലാതും കൊടുത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 37.7. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ആദ്യം എന്ത് ചെയ്യുക? നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 155.75 മൈനസ് 98 ചെയ്യുക. അപ്പോൾ ഒരു ആൻസർ കിട്ടും. അതിനെ 75 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു ആൻസർ കിട്ടില്ലേ? അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്രയും പാർട്ടായി. ആ കിട്ടി അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? 30 അങ്ങോട്ട് പ്ലസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 37.7 ആണ്. അപ്പോൾ Q1 is equal to 37.7. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചത്? ആദ്യം നമ്മൾ Q1 ഏത് ക്ലാസ്സിലാണ് വരുന്നതെന്ന് കണ്ടുപിടിച്ചു അല്ലേ? 30 to 40 എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് കറക്റ്റ് ഒരു വാല്യൂ പറയണ്ടേ? അപ്പോൾ അതിനാണ് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തത്. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് 3 എഴുതാം. ഇനി നമ്മൾ Q3 കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ Q3 എന്താണ് ഇക്വേഷൻ വരിക? Q3 is equal to എന്താണ്? സൈസ് ഓഫ് 3n/4th item അല്ലേ? അതായത് സൈസ് ഓഫ് n എന്ന് പറഞ്ഞാൽ 623 ആണ്. 3 × 623/4th item. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ സൈസ് ഓഫ് 467.5th item കിട്ടും. ഓക്കെ, 467.5 ആട്ടോ. അപ്പം ഇവിടെ ശ്രദ്ധിക്കാം. ഇതിൽ നോക്ക്, 467 ഉണ്ടോ? ഇല്ല. 467.5 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാണ്? കഴിഞ്ഞിട്ടുള്ള നമ്പർ നമ്മൾ മീഡിയം പോലെ നോക്കണം കേട്ടോ. ഏതാണ്? അതില്ല. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാ? 498. അപ്പോൾ 498 ആണുള്ളത്. അപ്പോൾ എത്ര കിട്ടുന്നത്? 60, 70 ആണ്. 60 to 70 ആണ് Q3 എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി 60 to 70. ഇതാണ് എന്ത് പറയുന്നത്? ക്വാർട്ടൈൽ ക്ലാസ് എന്ന് പറയുന്നത് അല്ലേ? ഇതാണ് ക്വാർട്ടൈൽ ക്ലാസ്. നമുക്ക് എന്തോ കണ്ടുപിടിക്കണം? L1 കണ്ടുപിടിക്കണം. അതേപോലെ L1 കണ്ടുപിടിക്കണം. L1 എന്ന് പറഞ്ഞാൽ എന്താ? ലോവർ ലിമിറ്റ് ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്. എത്ര കിട്ടുന്നത്? 60 കിട്ടും. ഓക്കെ,
ഇനി അടുത്തെന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? സി എഫ് ആണ് അല്ലേ? സി എഫിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ജസ്റ്റ് എബവ് ദ ക്വാർട്ടൈൽ ക്ലാസ്. ഇതാണ് ക്വാർട്ടൈൽ ക്ലാസ് അല്ലേ? ഇതാണ് ക്വാർട്ടൈൽ ക്ലാസ്. അതിന് തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ്? 383 ആണ്. ഓക്കെ, അപ്പോൾ സി എഫ് പറഞ്ഞാൽ 383. അടുത്തത് ഫ്രീക്വൻസി. എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി ഓഫ് ദ ക്വാർട്ടൈൽ ക്ലാസ്. ഇതിന്റെ ഫ്രീക്വൻസി ക്വാർട്ടൈൽ ക്ലാസ് ആയി 67ന്റെ ഫ്രീക്വൻസി എത്രയാണ്? 115. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 115. ഓക്കെ, അടുത്തത് എന്താണ്? സി ആണ് അല്ലേ? അടുത്തത് സി ആണ്. സി എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസ് ഇന്റർവെൽ. 60 to 70 എത്ര നമ്പേഴ്സ് ഉണ്ട്? എത്ര വ്യത്യാസമുണ്ട് രണ്ടാളും തമ്മിൽ? 10. ഓക്കെ, അപ്പൊ അതൊക്കെ എല്ലാം കിട്ടി. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് Q3. എങ്ങനെയാ ഇക്വേഷൻ പഠിച്ചത്? Q3 is equal to L1 plus 3n/4 minus CF by F into C. L1 എത്രയാണ്? 60 ആണ്. പ്ലസ് 3n/4. 3n/4 ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചു അല്ലേ? 3n/4 എത്രയാണ്? 3n/4 467.5. പിന്നെ അത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. 3n/4 ഇവിടെ കിട്ടിയിരുന്നു. 467.5. 3n/4 ആണ് കേട്ടോ. പിന്നെ /4 എന്ന് എഴുതരുത്. 3n/4 നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയത് 467.5 കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ഇനി കണ്ടുപിടിക്കണ്ട. മൈനസ് സി എഫ് എന്താണ്? 383 ഡിവൈഡഡ് ബൈ എഫ് എന്ന് പറഞ്ഞാൽ എത്രയാ? 115 ഇൻറ്റു സി എത്രയാണ്? 10 ആണ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ. ഇത് ചെയ്താൽ അപ്പം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 467.5 മൈനസ് 383 അത് കിട്ടുമ്പോൾ ഒരു ആൻസർ കിട്ടും. അത് ഡിവൈഡ് ബൈ 115 ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റു 10 ചെയ്യുക. എന്നിട്ട് 16 കൊണ്ട് പ്ലസ് ചെയ്യുക. അറിയാലോ ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് കിട്ടുന്നത് 67.33 കിട്ടും. ഓക്കെ, അപ്പം എന്ത് കിട്ടി? Q1ഉം Q3യും കിട്ടി. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് 3 എഴുതാം. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി നമുക്ക് എപ്പോൾ എന്തൊക്കെ കിട്ടി? Q1 എന്ന് പറഞ്ഞിട്ട് കിട്ടി അല്ലേ? Q1 എന്താ കിട്ടിയത്? 37.7 കിട്ടി. Q3 എന്താ കിട്ടിയത്? 67.33 കിട്ടി. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ കണ്ടൂടെ? ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താ? ക്വാർട്ടൈൽ ഡീവിയേഷൻ വരിക Q3 minus Q1/2. Q3 എത്ര വരുന്നത്? 67.33 മൈനസ് Q1 എന്താണ്? 37.7 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇത് ചെയ്യാം കേട്ടോ. ഇത് ചെയ്യാൻ അറിയാലോ നിങ്ങൾക്ക്. കാൽക്കുലേറ്റ് ചെയ്യാൻ 67.33 മൈനസ് 37.7 ഡിവൈഡ് ബൈ 2 ചെയ്യാം. അപ്പോൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ കിട്ടി. ഇനി കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. കോഎഫിഷ്യന്റ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ? ഇക്വേഷൻ Q3 മൈനസ് Q1/Q3 പ്ലസ് Q1. ഓക്കെ, Q3 നമുക്കറിയാം എത്രയാ? 67.33 മൈനസ് Q1 എന്താണ്? 37.7 ഡിവൈഡ് ബൈ Q3 പ്ലസ് Q1. Q3 എത്ര? 67.33 പ്ലസ് 37.7. ഓക്കെ, ചെയ്യാൻ അറിയാലോ. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതേ ഒരു വർക്ക് തരാം. ഓക്കെ, ഇതാട്ടോ ക്വസ്റ്റ്യന്. 3ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ ഇന്റർക്വാർട്ടർ റേഞ്ച് എന്ന് വേണ്ട, ഫൈൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആക്കാം കേട്ടോ. ഫൈൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ.